ുണ്ട് ഈ നാട്ടില്. ഞാൻ ചോദിക്കാൻ കാരണം, ഞാനൊരു ഹുദവിയാണ്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ലീഗിന്റെ വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ജംഷീർ ഹുദവി എന്ന മുസ്ലിം ലീഗിന്റെ പ്രഭാഷകൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തിന്ന ചോറിന് നന്ദി കാണിക്കാത്ത സ്വഭാവമായിരിക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് സംസാരിക്കാൻ. CPM-ന്റെ നെറുകേടിനെ വിശദീകരിക്കാൻ ഇന്നത്തെക്കാൾ വലിയ ഒരു ദിവസമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രസംഗം കേട്ട ആർക്കെങ്കിലൊക്കെ തലയിൽ തൊപ്പിയിട്ട ഹുദവി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ എന്ന് സംശയമുണ്ടെങ്കിൽ, അല്ലെ 12 കൊല്ലം ദാറുൽ പഠിച്ചിട്ട് മമ്പുറത്ത് ചോറ് തിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാണോ എന്നൊക്കെ ചോദിക്കാം. അതൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാൻ തുറന്നു പറയാണ്, ഹുദവി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹുദവി രാഷ്ട്രീയത്തിലാണ്. ഞാൻ ലീഗിന്റെ വേദിയിലാണ്, ലീഗുകാരനാണ്. ഈ വേദിയിലാണ് CH നിന്നത്, പൂക്കോയത്തങ്ങൾ നിന്നത്. ഇന്നത്തെ പകൽ രാവിലെ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സമീപത്തേക്ക് CPM ഒരു മാർച്ച് നടത്തിയത് നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. പിണറായി വിജയന് വേണ്ടിയിട്ടും കേരളത്തിലെ കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ടും കഞ്ഞി വെച്ചു കൊടുത്ത് ജൂദാസിന്റെ പണിയെടുക്കുന്ന എല്ലാ മാന്യമഹാന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. CPM-ന്റെ അവസാനത്തെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് മതവിശ്വാസമാണ്, സ്ഥാപനങ്ങളാണ്, നിങ്ങളുടെ പള്ളി മദ്രസകളാണ്. ഞാൻ ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം പറയണമെന്നില്ല. ആ ദാറുൽ ഹുദയിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയപ്പോ CPM ആ മാർച്ചിൽ പറഞ്ഞത്, ഒരു സഖാവ് ഇബ്രാഹിം കുട്ടിയാണെന്ന് തോന്നുന്ന ഒരു പ്രസംഗം ഏതോ ഒരു ജഗല് സാധനം പ്രസംഗിക്കുന്ന കേട്ടോ, എനിക്കറിയില്ല, അയാൾ വലിയ നേതാവൊന്നുമല്ല. പരിസ്ഥിതി പ്രശ്നം പറഞ്ഞിട്ടാണ് ദാറുൽ ഹുദയിലേക്ക് സമരം ചെയ്യുന്നത്. സമരം തുടങ്ങുമ്പോൾ 100 പേരുണ്ടായിരുന്നു. ഒരു 10 പേരൊക്കെ ചമ്മാട്ടാരാണ്, ബാക്കി എവിടുന്നോ ഇറക്കുമതി ചെയ്തതാണ് എന്നെ മനസ്സിലാക്കുന്നത്. പരിസ്ഥിതി പ്രശ്നം പറഞ്ഞിട്ട് ചെമ്മാട് ദാറുൽ ഹുദയിലേക്ക് ചെങ്കൊടി വെച്ച് CPM-കാർ ഇന്ന് പ്രകടനം നടത്തി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. ചെമ്മാട് ദാറുൽ ഹുദയുടെ മുറ്റത്തേക്ക് CPM വരുമ്പോൾ തൊട്ടടുത്ത് CPM-ന്റെ ഒരു CPM-കാരന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. മണ്ണിട്ട് നികത്തി പാടം നികത്തി പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയം. CPM-ന് അതിൽ പ്രശ്നമില്ല. തൊട്ടപ്പുറത്താണ് താനാളൂർ പഞ്ചായത്ത് CPM-ന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പാടം മണ്ണിട്ട് നികത്തിയിട്ടാണ്, പ്രശ്നമില്ല. തൊട്ടുപുറത്താണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിക്കുന്നത്. മണ്ണിട്ട് നികത്തിയാണ്, CPM-ന് പ്രശ്നമില്ല. പ്രശ്നം ബഹാവുദ്ദീൻ ഉസ്താദാണ്, ഹുദവികളാണ്. ആ പ്രസംഗത്തിൽ സഖാവ് പറയുന്നത് ലീഗിന്റെ കൂടെ കൂടുന്നയാളാണ് ബഹാവുദ്ദീൻ നദ്വി എന്നാണ്. ഞാൻ നിങ്ങളോട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, തലയിൽ തൊപ്പിയിട്ട് ലീഗ് രാഷ്ട്രീയ വേദിയിൽ വന്നിരുന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം, മമ്പുറത്ത് ചോർന്നിട്ട് ഹുദവിക്ക് ഉൾപ്പില്ല എന്നാണ്. ഞാൻ എപ്പോഴും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാറ്. മമ്പുറത്തെ ചോറ് തിന്നത് കൊണ്ട് തന്നെയാണ്, ആ പവർ കൊണ്ട് തന്നെയാണ് ഈ നശിച്ച കാലത്ത് കേരളത്തിലെ മുണ്ടെടുത്ത മോദിയായി പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ഞങ്ങൾ ഹുദവികൾക്കൊക്കെ ഒരു മനക്കരുത്ത് കിട്ടുന്നത് ആ ചോറിന്റെ ബലം കൊണ്ടാണ് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ബഹാവുദ്ദീൻ ഉസ്താദ് ചാനലിൽ വന്നിട്ട് പത്രമാധ്യമങ്ങളിൽ CPM-നെതിരെ, കമ്മ്യൂണിസത്തിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നയാളാണ്. അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പ്രകൃതമതാണ്, അതൊരു ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. ഇവിടെ മുതിർന്ന ഒരുപാട് ലീഗാരുണ്ട്. തേൻ ഉസ്താദിനെ അറിയുന്നവരാണ് ഇവിടുത്തെ പ്രായം ചെന്ന ഉസ്താദുമാരൊക്കെ. തേന് മുസ്ലിയാർ, കോട്ടക്കൽ കൂരിയാട്ട് തേന് മുസ്ലിയാർ. ഞാൻ ഈ സ്റ്റേജിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ ബഹാവുദ്ദീൻ ഉസ്താദിനെ വിളിച്ചത്. ഉസ്താദ്, എനിക്കൊരു സംശയം തീർക്കാണ്, ഞാൻ പ്രസംഗിക്കാൻ പോവാണ്. തേന് മുസ്ലിയാർ ഒരു കഥ കേട്ടിട്ടുണ്ട്, നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞാൻ ഉസ്താദിനെ വിളിച്ചെന്ന് പറഞ്ഞു. എന്താ കഥ എന്നറിയോ? 1968 ഞാൻ നിങ്ങളുടെ ഒരു സംശയത്തിന് തീർപ്പ് കൽപ്പിക്കാൻ, പള്ളിയിൽ നിന്ന് എങ്ങനെയാണ് കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കാന്ന് സംശയം വേണ്ട. കമ്മ്യൂണിസം മതമില്ലെന്ന് പറയുന്നവരുടെ പ്രസ്ഥാനമാണ്. കുഫറിനെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് പള്ളി ഉപയോഗിക്കാമെങ്കിൽ കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ പള്ളിയും മിഹ്റാബുകളും മദ്രസകളും ഉപയോഗിക്കണം. അതൊരു തന്റെ ഇടമാണ്. കാരണം സോവിയറ്റ് റഷ്യയിൽ പള്ളികൾ തകർത്തു കളഞ്ഞത്, ആരാധനാലയങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത് ഇതേ കമ്മ്യൂണിസം. 1968 കോട്ടക്കൽ കൂരിയാട്ടിലൂടെ തേന് മുസ്ലിയാർ എന്ന മഹാനായ മനുഷ്യൻ നടന്നു പോകുന്നത്. സാത്വികനായ മനുഷ്യൻ, സൂഫി വര്യൻ, വലിയ പണ്ഡിതൻ. തേന് ഉസ്താദിന്റെ തൊട്ടുപുറത്ത്, തൊട്ടുമുന്നിൽ ബഹാവുദ്ദീൻ ഉസ്താദ് ഉണ്ട്. ഉപ്പാപ്പയുടെ പൊന്നുമോൻ ബഹാവുദ്ദീൻ ഉസ്താദ്. ബഹാവുദ്ദീൻ ഉസ്താദിന്റെ കയ്യിലാണ്, അന്ന് ചെറിയ പയ്യൻ, ഉസ്താദിന്റെ കയ്യിലാണ് കിതാബുകളൊക്കെ ഉള്ളത്. അപ്പൊ അന്നത്തെ ഒരു കെട്ടും മട്ടൊക്കെ അനുസരിച്ച് കിതാബ് പിടിക്കുന്നയാൾ ഹാദിമാണ്, ഉസ്താദിന്റെ ഹാദിമാണ്, സേവകനാണ്.
കിതാബ് പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഖാദിമ മുന്നിൽ നടക്കണം. തേനുസ്താദിന്റെ മുന്നിലാണ് ബഹാവുദ്ദീൻ ഉസ്താദ് നടക്കുന്നത്, ഉപ്പാപ്പ ബൈക്കിലാണ്. തേനുസ്താദ് അങ്ങനെ നടന്നവൻ ഒരു ഇറക്കം കടിഞ്ഞ് കയറ്റത്തേക്ക് വരുമ്പോണ്ടത്ര നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, പണ്ട് മരപ്പലക കൊണ്ടൊക്കെ ഡോർ ഉണ്ടായിരുന്ന ചെറിയ ഒരു പീഡിക മുറികളൊക്കെ ഉള്ള ചെറിയ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ ഒരു ജനൽപ്പാളിക്കിടയിലൂടെ ഒരു മുളക്കൊമ്പിൽ CPM-ന്റെ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കൊടി കെട്ടിയത് ഇങ്ങനെ തൂക്കിട്ടത് കാണത്രേ, ഒരു ചൂടിക്കാരോണ്ട് കെട്ടിട്ടിരിക്കണ. തേനുസ്താദ് നിശബ്ദനായി അങ്ങോട്ട് കയറി ചെല്ലാൻ ബഹാവുദ്ദീൻ ഉസ്താദിനോട് കിതാബ് അവിടെ വെക്കാൻ പറഞ്ഞു. ആ പീഡിക മുറിയുടെ തൊട്ടടുത്ത് കയ്യിലൊരു പേനക്കത്തി ഉണ്ടാവും അത്രേ തേനുസ്താദിന്റെ കയ്യില്. ആ പേനക്കത്തി കൊണ്ട് ആ ചൂടിക്കയർ അറുത്ത് ആ കൊടി ഇങ്ങനെ ഇങ്ങനെ തോണ്ടിയെടുത്ത് ഒരു മമ്മതാക്കാൻ ഒരു ചായപ്പീടി ഉണ്ട് അവിടെ. ആ ചായപ്പീടിയിലുള്ള അടുപ്പിൽ കൊണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകളുടെ കൊടി അങ്ങോട്ട് കരിച്ചു കളഞ്ഞത്രേ. എന്നിട്ട് തേനുസ്താദ്, അതുവരെ നിശബ്ദമായിരുന്ന തേനു മുസ്ലിയാർ പിന്നെ പറഞ്ഞു, ഈ കൊടി കത്തിക്കരിഞ്ഞ് ചാമ്പലായി എന്ന് മനസ്സിലായപ്പോ പറഞ്ഞത്രേ, അല്ലല്ല എന്ന് പറഞ്ഞ കൂട്ടരുടെ കൊടി എനിക്ക് ജീവൻ ഉണ്ടാകുന്നിടത്തോളം കാലം ഇവിടെ വേണ്ടെന്ന്. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ നിഷ്കളങ്കരായ മതവിശ്വാസികളോട് ഞാൻ പറയുന്നത്, അതിൽ മുസ്ലിം എന്നില്ല, മതവിശ്വാസത്തെ നെഞ്ചിലേറ്റുന്ന എല്ലാ മനുഷ്യർക്കും CPM ആപത്താണ്. ഇന്ന് ദാറുൽഹുദയിലേക്ക് CPM മാർച്ച് നടത്തുമ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. അറിഞ്ഞും അറിയാതെയും ആ അപകടകരമായ സിദ്ധാന്തത്തിന് കഞ്ഞിവെച്ചു കൊടുക്കുന്നവർക്ക് കമ്മ്യൂണിസം തുറന്നു പറയുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ലക്ഷ്യം ലീഗല്ല, ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സമുദായമാണ്, നിങ്ങളുടെ പള്ളികളാണ്, നിങ്ങളുടെ സ്ഥാപനങ്ങളാണ്. CPM-കാരോട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ദാറുൽഹുദക്ക് ഇപ്പോൾ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട് ബംഗാളിൽ CPM 35 കൊല്ലം ഭരിച്ച നാടാണ്. 35 കൊല്ലം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എവിടെ ടാറിട്ട റോഡ് അവസാനിക്കുന്നവോ അവിടെ ഒരു മുസ്ലിം നാട് തുടങ്ങുകയായി എന്ന് ബംഗാളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 35 കൊല്ലം CPM-ന്റെ മുഖ്യമന്ത്രിമാർ മാറി മാറി ഭരിച്ച സംസ്ഥാനമാണ് ബംഗാൾ. ആ ബംഗാളിൽ നിന്ന് ഒരു സമുദായത്തെ ഒന്നുമല്ലാതാക്കി തീർത്തു CPM. അവിടെയാണ് ഇന്ന് ദാറുൽഹുദ ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് അവസാനിപ്പിക്കാൻ, ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്കളങ്കരായ എല്ലാ മനുഷ്യരോടും, അത് ലീഗ് എന്നില്ല, ഞാൻ എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ, CPM ലക്ഷ്യം വെക്കുന്നത് ലീഗല്ല, ലീഗിന്റെ പാർട്ടി ഓഫീസല്ല CPM-ന്റെ ലക്ഷ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, RSS-നെ കുറിച്ച് CH മുഹമ്മദ് കോയ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കാൻ, 1000 കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിച്ചാൽ ഒരു CPM-കാരനെയും എന്റെ പ്രിയപ്പെട്ട സമുദായമേ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. 1000 കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിച്ചാൽ ഒരു CPM-കാരനെയും നമ്പരുത്. ഒരു ചായ സൽക്കാരത്തിന് പോയ എല്ലായി ഞങ്ങൾ വിചാരിച്ചെങ്കിൽ അത് അപകടമാണ്. 9ാം ക്ലാസിന്റെ സോഷ്യൽ സയൻസിന്റെ റിവൈസ് ടെക്സ്റ്റ് ബുക്കിൽ കേരള സിലബസിൽ പുതിയൊരു പാഠഭാഗമുണ്ട്. ഉമ്മമാരും ഉപ്പമാരും പോയി വായിച്ചു കൊണ്ടു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ ആ ടെക്സ്റ്റ് ബുക്ക് തരും. എന്നിട്ട് പിണറായിക്ക് മർഹബ പാടാൻ പോകും. എന്നിട്ട് ഫേസ്ബുക്കിൽ എഴുത്ത് കമ്മ്യൂണിസം അടുക്കളയിലാണ്. നിങ്ങളുടെ പെൺകുട്ടികളുടെ സംസ്കാരത്തിനകത്തേക്ക് കമ്മ്യൂണിസം വന്നിട്ടുണ്ട്. സെക്സ് എന്താണ്, ജെൻഡർ എന്താണ് എന്നാണ് കമ്മ്യൂണിസം പറയുന്നത്. നമ്മളൊക്കെ ഒരു രീതിശാസ്ത്രം അനുസരിച്ച്, പ്രകൃതി നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ ജനിച്ചാൽ ആ മനുഷ്യന് പുരുഷലിംഗമാണെങ്കിൽ അത് ആൺകുട്ടിയാണ്, സ്ത്രീലിംഗമാണെങ്കിൽ അതൊരു പെൺകുട്ടിയാണ്. ഇത് സെക്സ് ആണ്. CPM ഇപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 18 വയസ്സ് വരെ നിങ്ങൾക്ക് സെക്സ് ബേസ്ഡ് ആക്കിയിട്ട് ഒരു മനുഷ്യനെ നിർണയിക്കാം. 18 കഴിഞ്ഞാൽ ആ മനുഷ്യന് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ അവൾക്ക് തീരുമാനിക്കാം അവളുടെ ജെൻഡർ ഏതാണെന്ന്, അവന്റെ ജെൻഡർ ഏതാണെന്ന്. അവന്റെ ശാരീരികമായി അവൻ പുരുഷനായിരിക്കാം, മാനസികമായി അവന്റെ സാമൂഹിക ഇടപാടനുസരിച്ച് അവൻ പറയാണ്, ബാപ്പ നിങ്ങളുടെ വീട്ടിലെ റിയാസ് പറയാണ്, ബാപ്പ ഞാൻ റിയാസ് അല്ല, ഞാൻ സുമയ്യാണ്, എന്റെ മനസ്സ് പെണ്ണിന്റെ മനസ്സാണ് ബാപ്പ എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആയ ആ നാട്ടിലെ മാപ്പിള സഖാവ് റസാക്ക് മിണ്ടാണ്ടിരുന്നോണം വീട്ടിന്റെ ഉള്ളിൽ. കാരണം നിങ്ങളാണ് ഈ നാട്ടിൽ കമ്മ്യൂണിസത്തെ വളർത്തിയത്. അവർ ഓരോ മതസ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അത് ഓരല്ലേ എന്ന് പറഞ്ഞത് നമ്മളാണ്. അത് നമ്മളെ ബാധിക്കൂല, അത് ദാറുൽഹുദയാണ്, അത് നമ്മളെ ബാധിക്കൂല. ദാറുൽഹുദക്ക് 2 എണ്ണം കിട്ടണം ആർക്കെങ്കിലൊക്കെ ആശങ്കയുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ CPM-കാർ കടന്നു കയറുന്നത് ദാറുൽഹുദയിലേക്കല്ല, പള്ളി മിഹ്റാബിലേക്കാണ്. നിങ്ങളുടെ നാട്ടിലെ വീട്ടിലെ പെൺകുട്ടികളുടെ സംസ്കാരം മുടിപ്പിക്കുന്ന രീതിയിൽ കമ്മ്യൂണിസം സ്പോൺസർ ചെയ്തിരിക്കാൻ
എനിക്ക് അപ്പോഴും സങ്കടം. ഇതിനൊക്കെ പിന്തുണക്കുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ടോ എന്ന ആശങ്കയാണ്. ഞാൻ തുറന്ന് സംസാരിക്കാൻ ഇന്ന് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവനാണ് എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. സിദ്ദീഖ് അലി അങ്ങോട്ട് എപ്പോഴും തമാശയൊക്കെ പറയാറുണ്ട്. മദ്രസയിലെ അക്കീദന്റെ ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദ് കുട്ടികളുടെ യൗമുൽ ഖിയാമിനെ കുറിച്ച് പറഞ്ഞത്രേ, ഖിയാമത്ത് നാൾ ഉണ്ടാകും. കുട്ടികളൊക്കെ ബേജാറായി. ഖിയാമത്ത് നാൾ, ലോകാവസാനം. കുട്ടികളൊക്കെ പേടിച്ചു. അവസാനം ഉസ്താദ് പറഞ്ഞു, അന്ന് സൂര്യൻ ഒരു ചാൺ മീതെ വരും. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കണ്ണൊക്കെ തള്ളിയേണ്ടിയിരുന്നു. സൂര്യൻ ഒരു ചാൺ മീതെ വരും എന്ന് പറഞ്ഞപ്പോ ഉസ്താദിന് മനസ്സിലായി ഇത് ക്ലിക്കാവുന്ന. അപ്പൊ പറഞ്ഞത്രേ, ഈ കുട്ടികളോട് ഉസ്താദ് പറഞ്ഞത്രേ, അന്ന് നിങ്ങളുടെ കബറിൽ കിടക്കുന്ന ബാപ്പിൻ വെല്ലിപ്പിൻ വെല്ലിമ്മക്ക് എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരും പറഞ്ഞപ്പോ കുട്ടികളൊക്കെ ബേജാറായിട്ട് ആ ക്ലാസ് മുറിയിൽ ഇരിക്കാൻ. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന സദസ്സാണ്. ഉസ്താദ് വീണ്ടും ഒരു ഡയലോഗ് പൊട്ടിച്ചു, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്. അന്ന് ഭൂമി അല്ലാതാവും. ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ ഈ ചെറിയ കുഞ്ഞു മക്കൾ കബർ പിളർന്നിട്ട് വല്യാപ്പ് നീച്ചിരുന്നു കേട്ടു. ആകാശം ഭൂമിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവും. ഭയവിഹലരായി നിൽക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് അവസാനത്തെ ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടി ചോദിച്ചത്രേ, ഉസ്താദിന് മദ്രസ ഉണ്ടാവും. കാരണം അവന്റെ ബേജാറ് സദർസ മരിച്ചിട്ടാലും ഒരു ദിവസം മദ്രസ ലീവ് ഇട്ടെന്നുള്ളതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നത് ദാരുണതയിലേക്ക് മാർച്ച് നടത്തിയപ്പോ ചിലരൊക്കെ മനസ്സിലുണ്ട് നടക്കട്ടെ ദാറുതേക്കല്ലേന്ന്. ഇതൊക്കെ ഒന്നാകണ്ട് തകർന്നാലും വേണ്ടില്ല, ലീഗ് ഒന്ന് തകരണം, ബഹാവുദ്ദീൻ നദ്വിക്കൊന്ന് രണ്ട് കിട്ടണം എന്ന് ആർക്കെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ. ലക്ഷ്യം ദാറുൽ ഹുദ അല്ല, ലക്ഷ്യം നിങ്ങളുടെ സമുദായമാണ്.